ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് പോസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറോട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ ലവേഴ്സ് ആൻഡ് നമുഡ എന്ന് പറയുന്ന എപ്പിസോഡ് 49 മലയാളം എക്സ്പ്ലനേഷനാണ്. അപ്പോൾ കുറേ നാൾ കൊണ്ട് കാണാതിരുന്ന നീ ഇനി ഒന്ന് കഥയൊന്നും പറയണ്ട പെണ്ണേ എന്ന് പറയാൻ വന്നാൽ ഞാൻ വരുമ്പോൾ ഫയർ ഉണ്ടാ, വെറും ഫയറല്ല, കാട്ടു തീ. എവിടെയോ കേട്ടണക്ക് ഒന്നും കേട്ടിട്ടില്ല എൻ്റെ ഡയലോഗ്. ഓക്കെ, അങ്ങനെ നമ്മളെ എപ്പിസോഡിലേക്ക് പോവാം. നമ്മളെ ആദ്യം കാണിക്കുന്നത് പരവരേന്ന് ഇരുട്ടിയ ഒരു പാതിരാത്രി സമയം. അപ്പോഴത്തേക്കും നമ്മളെ കാണിക്കുന്നത് ലീഫ് വില്ലേജിൻ്റെ സൂ. അവിടെ ഒരുപാട് ആൾക്കാർ രാവിലെ വരുന്നതാണ്. അതുകൊണ്ട് അവരെയൊക്കെ നോക്കി ക്ഷീണിച്ച് അവിടെ ഒരു സെക്യൂരിറ്റി നൈറ്റ് ഡ്യൂട്ടിക്ക് കിടന്നങ്ങ് ഉറങ്ങുവാണ്. അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു പൊക്കമില്ലാത്ത കുർത്തം കെട്ടവൻ വന്നിട്ട് അവിടുത്തെ നമ്മുടെ ഗ്രില്ലില്ലേ അതൊക്കെ പൂട്ടിയിടക്കണൊക്കെ അങ്ങ് തുറന്ന് വിടുകയാണ്. അങ്ങനെ അവിടെയുള്ള അനിമൽസിനെല്ലാം ഏതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടാനൊക്കെ അവർ ഇറങ്ങി ഓടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വില്ലേജിൽ പോവോ, പ്രശ്നമാവോ എന്നൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സഫാരിക്ക് പോകുന്ന കണക്കാണ്. ഇത് ഒരു കാടിന് ചുറ്റപ്പെട്ട് കാടിൻ്റെ ഒറ്റ നടുക്കായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിമൽസൊക്കെ പുറത്ത് പോയാലും അവരെവിടെ നിൽക്കത്തുള്ളൂ, കാട്ടിനുള്ളിലേ നിൽക്കത്തുള്ളൂ. പക്ഷെ കാട് ഫുൾ ഐസൊലേറ്റ് ചെയ്തേക്കാണ്. പിറ്റേ ദിവസം രാവിലെ ഇതൊരു മിഷനായിട്ടും പിള്ളേർ കൊടുത്തേക്കാണ്. ലിസ്റ്റ് നോക്കിയാൽ പോയതിൽ വലിയ സിംഹം, കടുവ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ മൃഗങ്ങൾ, റാബിറ്റ്, സ്ക്യൂറൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള സാധനങ്ങളുമാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ തപ്പിപ്പിടിക്കാനായിട്ട് മിഷനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹന്നബിയുടെ ടീമിനാണിത് കിട്ടുന്നത്. ഹന്നബിയുടെ ടീമിനാണല്ലോ നമ്മുടെ വസബിയും നമിതയും ഒക്കെ ഉള്ളത്. അതുമാത്രമല്ല നമ്മുടെ സിമറയും ആ ടീമിലാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ മിഷനെ പറ്റി സംസാരിക്കുകയാണ്. ബൊറൂട്ടയ്ക്കാണ് ആദ്യം ഈ മിഷൻ കിട്ടുന്നത്. ഞാൻ ചെയ്യാനോ മാറിപ്പോടേ എന്ന് പറയാണ്. ബൊറൂട്ടയ്ക്ക് മാത്രമല്ല ഇതേ മിഷൻ നമ്മളുടെ ആരൊക്കെ ഷിക്കഡായി എടുത്തും പറയുന്നുണ്ട്. അയ്യേ ഞങ്ങളെ ചെയ്യത്തില്ല, പിന്നെ നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ ഇനാഷുക്കാച്ചോ ഫോർമേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മിഷൻ ഉണ്ടാക്കി തരോ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നു. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പട്ടി, പൂച്ച, ആട്, കോഴി അങ്ങനത്തെ സാധനത്തിനൊക്കെ പിടിക്കാൻ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ട എന്ന് പറഞ്ഞ ബൊറൂട്ട നിൽക്കുന്ന അവസാനം നമ്മുടെ പാവം പിള്ളേരായിട്ടുള്ള സിമുറെ വസബി നമ്മൻ്റെയൊക്കെ ഈ മിഷൻ കൊടുക്കുകയാണ്. പക്ഷേ ഇത് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒന്നാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഹന്നബി ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കുകയാണ്. റാബിറ്റ്, സ്ക്യൂറൽ, മങ്കീസ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ്, ചെറിയ ചെറിയ മൃഗങ്ങൾ, അതായത് അക്രമാസക്തരല്ലാത്ത മൃഗങ്ങൾ എന്ന് വേണം ചുരുക്കി പറയാൻ. അവരാണ് ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനിമൽസിനെ പിടിക്കാൻ ഇവരെ കൊണ്ട് തന്നെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ തന്നെ പറഞ്ഞു വിടാം. ഹന്നബി ഇവരുടെ കൂടെ പോകണ്ടെന്ന് വിചാരിച്ചേക്കാണ്. കാരണം ഹന്നബി ഉള്ളപ്പോഴത്തെ വാസബി നമ്മുടെ സിമുറയ്ക്ക് അവരുടെ ഒരു ടീം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹന്നബി എല്ലാം കൂടെ അങ്ങ് ഗൈഡ് ചെയ്യും. അപ്പോൾ ഹന്നബിയുടെ ഒരു ഐഡിയയിലാണ് പോകുന്നത്. ഇതിൽ ആരൊക്കെയാണ് കൃത്യമായിട്ടൊരു പ്ലാനിങ് സ്കില്ലുള്ളത്, ആരൊക്കെയാണ് ഫൈറ്റിൽ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത്, ആരാണ് ബാക്ക് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് ബാക്കിൽ നിന്ന് സൈഡ് ഒരു അറ്റാക്ക് വന്നാൽ അങ്ങനെ ഒന്നും ഇവർക്ക് ടീമിൽ ഒന്നും അറിയത്തില്ല. ഹനബിക്കും അറിയത്തില്ല. അതൊക്കെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനും അനാലിസ് ചെയ്യാനും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഇടുന്നത്. ഇവരൊറ്റയ്ക്ക് പോട്ടെ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഹനബി അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇത് നമ്മളുടെ സായ് കേൾക്കുന്നുണ്ട്. സായ് പറയുന്നുണ്ട്, ഹനബി നിനക്കറിയാമല്ലോ നമ്മളുടെ സിമുറയുടെ കാര്യം, നമ്മളുടെ ന്യൂയിൻ്റെ കാര്യം. അപ്പോൾ അത് ഇവളുടെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ ഉറങ്ങിക്കിടക്കാണ്. അത് എപ്പോൾ വയലൻ്റ് ആവുമെന്ന് അറിയത്തില്ല. നമ്മളുടെ സിമുറയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അത് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ എല്ലാ പിള്ളേർക്കും അറിയത്തില്ല സിമുറയുടെ ഈ സംഭവം. നമ്മളുടെ ബൊറൂട്ടൊക്കെ അറിയാം, പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് വസബിക്ക് നമ്മുടെയൊക്കെ അറിയത്തില്ല. അപ്പോൾ അവരുടെ ടീം വർക്ക് കറക്റ്റ് എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ അവർ നൂയിനെയൊക്കെ കറക്റ്റ് ഉപയോഗിച്ച് ആ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അവരത് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഹനബി പറയാണ്, ഞാൻ അവരോട് അതെങ്ങനെ സംസാരിക്കുക, അവർ ഉടനെ തന്നെ അത് റിയലൈസ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ അവരോട് പറയാം അല്ലെങ്കിൽ സിമുറ സംസാരിക്കണം, ഞാൻ സംസാരിക്കുന്നത് തെറ്റല്ലേ, അവരുടെ ഉള്ളിലൊരു വഴക്കിന് ഞാൻ തുടക്കം കുറിക്കുന്ന പോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം നമ്മളുടെ സിമുറയും നമിതയും നോക്കുകയാണെങ്കിൽ അവർ പോകുന്ന വഴി തന്നെ ഒരു ചെറിയ കസ്കസ് ഉണ്ടാക്കിയാണ് പോകുന്നത്. വസബിയും നമ്മുടെയും കസ്കസ് ഉണ്ടാക്കിയാണ് പോകുന്നത്. സിമുറയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഞാൻ ആ സാധനം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പേടിച്ച് ഭയന്നൊരു സാധനം എടുക്കുന്നുണ്ട്. അതൊരു കമ്പിളി പോലെയാണ്, ബ്ലാങ്കറ്റ് പോലൊരു സാധനമാണ്. അതൊരു പൂച്ചയോ അല്ലെങ്കിൽ റാബിറ്റോ അങ്ങനെ ഒരു പ്രത്യേക എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ പോലെ ഒരു സാധനമാണ്. അത് കാണാൻ നമ്മളൊരു വേഷമിട്ട പോലെ ഇരിക്കും.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിന് അനിമൽസിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് അനിമൽസിന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. തിരിച്ചറിയണമെങ്കിൽ കുറച്ചൊരു കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിട്ടാൽ അവരെ പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളെയും പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, അവരത് ഇടാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് ഇടുന്ന്, പക്ഷെ അത്ര എഫക്റ്റീവ് ആവുമോ ഇല്ലയോ എന്നൊന്നും സുമറയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വസബിയോടും നമ്മുടെയോടും നിങ്ങൾക്ക് ഇത്തിരി വലുതാണ്, എനിക്ക് സൈസൊന്നും അറിയത്തില്ല, എന്തായാലും എഫക്റ്റീവ് ആവാൻ തോന്നുന്നു എന്ന രീതിയിലാണ് സിമുറ നിൽക്കുന്നത്. നൂ ഉള്ളത് കൊണ്ട് തന്നെ സിമുറയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. ഇപ്പോഴും നൂവിൻ്റെ കാര്യം സിമുറ പറയുന്നില്ല. അങ്ങനെ തന്നെ അവർ പകുതി കൂടുതൽ മൃഗങ്ങളെയും പിടിക്കുകയാണ്. സ്ക്യൂറലിനെ പിടിച്ചു, അങ്ങനെ കാറ്റിനെ പിടിച്ചു, അങ്ങനെ കുറേ അധികം മൃഗങ്ങളെ പിടിക്കുകയാണ്. ഇവരുടെ ടീം വർക്ക് തന്നെയാണ് പ്രധാന കാരണം കേട്ടോ. അങ്ങനെ അവർ ഓരോന്നിനായിട്ട് പിടിച്ച് എല്ലാത്തിനെയും പിടിക്കുകയാണ്. 99.9% മൃഗങ്ങളെയും പിടിച്ചു. ഇനി അതിൽ ബാക്കി അവശേഷിക്കുന്ന ഒരൊറ്റ കീടാണോ അത് ഏതാണെന്ന് അവർ നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അതൊരു മങ്കിയാണ്, അതൊരു റെയർ മങ്കിയാണെന്ന്. അപ്പോൾ അതിനെ പിടിക്കണം. പക്ഷെ അതിനെ പിടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ച് അവരതിനെ പിടിക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു അനക്കം. അങ്ങനെ നോക്കുമ്പോൾ ഒരു മൃഗം അവർക്ക് മിസ്സായിട്ടുണ്ട്. ദാറ്റ് വാസ് റാബിറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ റാബിറ്റ് ഭയങ്കര ഒരു ടെറർ ലുക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ പിടിക്കാൻ പോവാണ്. നമ്മുടെയും അതുപോലെ തന്നെ വസബിയും കൂടെ പിടിക്കാൻ പോവാണ്. രണ്ടും കൂടെ അടിയാവുന്നുണ്ട്. അങ്ങോട്ട് റാബിറ്റ് നമ്മുടെ വസബിനെയൊക്കെ അടിക്കുന്നുണ്ട്. അവരെങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് സിമുറെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളമാവുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ആദ്യം ഫീമെയിൽ റാബിറ്റിനെ പിടിക്കണം, പിന്നെ മെയിൽ റാബിറ്റിനെ പിടിക്കാകൂ. കാരണം എല്ലായിടത്തും നമ്മൾ മെയിൽ അഗ്രസീവാന്ന് പറയും, പക്ഷേ ഇവിടെ ഫീമെയിലാണ് അഗ്രസീവ്, അങ്ങനെ വേണം ചെയ്യാമെന്നൊക്കെ പറയണം. ഇതെന്തുകൊണ്ട് നീ മുമ്പേ പറഞ്ഞില്ല നമിടാന്ന് പറഞ്ഞ വസബി അടി തുടങ്ങാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി കൂടണ്ട, എന്തായാലും പിടിച്ചല്ലോ എന്നൊക്കെ നമ്മൾ സുമര പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ ഈഗോ ക്ലാഷ് നടക്കുകയാണ്. അതായത് ഞാനാണ് പിടിച്ചത്, ഞാൻ കാരണമാണ് പിടിക്കാൻ കാരണം, നീ മുമ്പേ പറഞ്ഞില്ലല്ലോ, എന്തായാലും ഇപ്പോഴല്ലേ പറഞ്ഞത്, നീ അല്ല കാരണം, നീ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ഭയങ്കര അടി. ടീം വർക്കിന് പോയി ഇവരിപ്പോൾ ഏതാണ്ട് ഭയങ്കര അടി, അതായത് കുടുംബശ്രീയിൽ ചെന്ന് നടന്ന അടി ഉണ്ടാക്കിയാണെങ്കിൽ ഭയങ്കര അടി. എന്തൊരു വഴക്കാണെന്ന് അറിയാൻ വയ്യ. നമ്മുടെ സിമുറയാണെങ്കിൽ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, എവിടെ പോകാനാ. ലാസ്റ്റ് സിമുറയാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ നേരത്തെ അവളുടെ വസബിയുടെ ഫുഡ് കാണാനില്ല. അത് പിന്നെ നമ്മളുടെ നമിടെയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത വഴക്ക്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കാണാനില്ല, പ്രത്യേകിച്ച് ബോൾസായി കാണാനില്ല, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, അങ്ങനെ ടേസ്റ്റുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഇത് ഇവള് കഴിക്കാതിരിക്കാൻ വേണ്ടി മറ്റവൾ മാറ്റി വെച്ചതാണ്, ഞാൻ മാറ്റി വെക്കുന്നതിൻ്റെ ആവശ്യം എന്താ, ഞാൻ അത്ര തീറ്റിപ്പണ്ടാരാണെന്നാണ് നീ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര അടി. അപ്പോഴാണ് നമ്മുടെ സിമുറെ കാണുന്നത് ഒരു മങ്കിയാണ് ഇതെല്ലാം എടുക്കുന്നത്, ഒരു കുരങ്ങച്ചൻ. അങ്ങനെ കുട്ടിക്കുരങ്ങൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ കുരങ്ങൻ നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്, ഇവർ ലിസ്റ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തോ. ആ പിള്ളേർ ഇപ്പോഴാണ് അതിനെ കാണുന്നത് തന്നെ, അങ്ങനെ ഒരു സാധനം ലിസ്റ്റിലുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരതിനെ പിടിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണം, അവരതിനെ സമ്മണിങ് ഒക്കെ ചെയ്ത്, ഇവളാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ക്യാറ്റ് ഇതൊക്കെ കൊണ്ടുവന്ന്, ക്യാറ്റ് കോട്ടിങ് ഒക്കെ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്ത് പിടിക്കാനൊക്കെ നോക്കുകയാണ്. പക്ഷേ ആ ഒരു ക്യാറ്റ് കവറിങ്ങോ അതൊന്നും വെച്ചിട്ട് അതിനെ അത്ര പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഒരു വിധത്തിൽ പരഗതിയിൽ പിടിച്ചു. ഇതിലാണെങ്കിൽ നമ്മളുടെ വസബിയും നമ്മുടെ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ നിൽക്കുന്നില്ല, അവർ പല രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വസബി പോവുകയാണ്, നമ്മുടെ വരാമെന്ന് പറയുന്നുണ്ട്. സിമുറ വരാമെന്ന് നോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ വന്നാൽ ഞാൻ വേണ്ടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവൾ പിടിക്കാനായിട്ട് പോവാണ്. അതേ സമയമാണെങ്കിൽ നമ്മുടേക്ക് ഭയങ്കര വിഷമം, അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇതിപ്പോൾ വന്നത് ഇവള് കാരണമാണോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കൊച്ചിങ്ങനെ ഓർത്തുകൂട്ടാണ്. അതേസമയം പിന്നെയും എന്ത് ചെയ്യാണ്, അവർ വരികയാണ്. ആ കുരങ്ങച്ചനെ പിടിക്കാൻ പറ്റില്ല, കുട്ടി കുരങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അതിനെയും കൂടെ പിടിച്ചിട്ട് എന്തായാലും ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതെന്തായാലും കണ്ണി കിട്ടിയതാണല്ലോ. മറ്റേ റാബിറ്റിനെ പിടിച്ചു, പകുതി കൂടുതൽ അനിമൽസിനെല്ലാം പിടിച്ചു, ഇനി അതിനെ കൂടെ ഒക്കെ പിടിച്ചാൽ കുറച്ച് കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ നമ്മുടെയും വസബിയും കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റി പറയണം. നമ്മുടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ വസബി പറയണം, നിൻ്റെ ഹെൽപ്പൊന്നും കൂടുതൽ വേണ്ട, നീ കുളം തോണ്ടാൻ മാത്രം കൊള്ളാവുന്ന ഒരാളാണ്, നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്നൊക്കെ പറയണം. ഇതൊക്കെ ഹന്നബി കേൾക്കുന്നുമുണ്ട്. ഹന്നബി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഹന്നബിക്ക് ഒരു അലേർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ലേറ്റർ ഓൺ നോക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ കുരങ്ങച്ചനെ നമ്മളുടെ നമിനെ കാണുന്നുണ്ട്. അവളാണെങ്കിൽ പോയിട്ട് അതിനെ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കഴുത്തിലാണ് യഥാർത്ഥത്തിൽ താക്കോലുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ പൊക്കമില്ലാത്ത കുർത്തം കിട്ടവൻ ആരാണ് ആ
കഥവ് തുറന്നു വിട്ടേന്ന് ഇവൻ തന്നെ. അങ്ങനെ ഇതിനെ പിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇവള് പെട്ടെന്ന് പോയിട്ട് അതിനെ പിടിക്കുകയാണ്. അതാണെങ്കിൽ ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. പിന്നെ നിന്നെ നോക്കിയല്ല കൊണ്ടുപോകണേന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴാണ് വലിയ പാദത്തിൻ്റെ ശബ്ദം, ടപ്പ് ടപ്പെന്ന്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ അമ്മച്ചേ, ഒരു വലിയൊരു കുറുക്കനാണോ ചെന്നായയാണോ നമ്മുടെ വുൾഫ്മാനിലെ കാണത്തില്ലേ അതുപോലൊരു സാധനം, ഭയങ്കര വലുതോ വന്നിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഇതിനെ പോലത്തെ സാധനം കണ്ടിട്ടുള്ളത് നമ്മുടെ മറ്റേ കാട്ടിലൂടെ ചെറുക്ക ഓടി കിടക്കുന്ന സിനിമ ഉണ്ടാകുന്ന മറന്നും പോയതിൻ്റെ പേര്. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കാൻ പോകുന്നത് ജംഗിൾ ബുക്ക് ആയിരിക്കും. അപ്പോൾ ജംഗിൾ ബുക്ക് അല്ല, അതും ഇതുപോലാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. അതിനകത്ത് ആ ചെറുക്കൻ അമ്മച്ചെന്നായ അച്ഛൻ ചെന്നായ അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മച്ചെന്നായ മരിച്ചുവോ, അങ്ങനെ പിന്നെ അച്ഛൻ ചെന്നായ വളർത്തുവോ, ഒരു ഫോട്ടോഗ്രാഫ് ആയിട്ട് വരുന്ന പെണ്ണ് കാണുമോ, അങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് ഈ ചെറുക്കനെ ഡ്രസ്സ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമോ, രക്ഷിക്കുമോ, അങ്ങനെ എന്തൊക്കെ ചെയ്യും. എനിക്ക് കൃത്യമായിട്ട് പ്ലോട്ട് ഓർമ്മയില്ല. എന്തായാലും അതിലോട്ടൊന്നും പാടാം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ പെട്ട കാര്യം ഇവിടെ മനസ്സിലാവാണ്. നമ്മുടെ സിമുറ പോവാണ്, വെസബി പോകുന്നില്ലെന്ന് പറയണേ. പിന്നീട് ഒരു ഇതിൽ നിൽക്കുവാണ്, പോകണമെന്നുണ്ടൊക്കെ ഉണ്ട്, എന്നാലും ആ ഈഗോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ ബഹളത്തിൽ ഇവളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരാൻ നോക്കുകയാണ്. അതാണെങ്കിൽ യമ്മണ്ട സാധനം, ഒരു രീതിയിലും രക്ഷയില്ല. ലാസ്റ്റ് സിമുറ പല രീതിയിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഐസ് യൂസ് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയധികം സൂപ്പറായിട്ട് തന്നെ സിമുറ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു മൃഗമാണ്. അപ്പോൾ മൃഗത്തിനെ കൺട്രോൾ ചെയ്യാൻ നൂ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തായാലും ആവട്ടെ എന്നും പറഞ്ഞ് നൂവിനെ സമൻ ചെയ്ത് വരുത്താണ്. ഇത് വസബിക്കും നമിതയ്ക്കും ഒന്നും അറിയത്തില്ല ഈ നൂവിൻ്റെ കാര്യം. എന്തായാലും അതിനെ സമൻ ചെയ്ത് വരുത്തിയത് ഉപകാരമായി. കാരണം നൂ അത്ര ക്യൂട്ടായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അതുമാത്രമല്ല അത്ര സൂപ്പറായിട്ട് നൂവിൻ്റെ ചക്ര യൂസ് ചെയ്ത് നമ്മളുടെ ആ ഫോക്സിനെ അല്ലെങ്കിൽ കുറുനരിയെ അങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തുവാണ്. നമ്മളുടെ നൂ അത്ര പൊളിയായിട്ട് ഇപ്പോൾ അവൻ്റെ കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. മറ്റേത് എന്തോ ഒരു ചക്ര അവർ എന്താണ് എക്സ്ട്രാ ആയിട്ട് ഒരു നെഗറ്റീവ് ചക്ര നിന്നിട്ട് നൂവിനെ അങ്ങ് കൺട്രോൾ ചെയ്യുമായിരുന്നു. അതൊരു കേസ് പോലെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, നൂ നല്ല അടിപൊളിയായിട്ട് ആ ഫൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സിമുറ ഒറ്റയ്ക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ വസബിയുടെ അടുത്ത് വസബി അങ്ങോട്ട് വരുന്നത്, നമിതയും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വസബിയും നമിതയും ഇപ്പോഴാണ് നൂവിനെ കാണുന്നത്. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അയ്യോ ഇതെന്താ സാധനം, അങ്ങനെയൊന്നും അവർ കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഇവർ സപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ വസബിക്ക് ക്യാറ്റിൻ്റെ ആ ഒരു ടെക്നിക്കുണ്ട്. അത്രയധികം സ്പീഡാണ് നമ്മുടെ വസബിക്കുള്ളത്. നമ്മളുടെ വസബിയാണ് ഇവരുടെ ടീമിൽ തന്നെ സൂപ്പറായിട്ട് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ ഈ നൂ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ആ നൂവിന് ഒരു പേടിയും ഇല്ലാതെ നൂവിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നമ്മളുടെ വസബി എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ പുറത്ത് പേപ്പർ ബോംബ് ഒട്ടിക്കുന്നുണ്ട്. നമ്മളുടെ കുറുനരി മാമൻ്റെ പുറത്ത്. കുറുനരി മോഷ്ടിക്കരുത് എന്ന് പറയുന്ന കണക്കല്ല, ഒട്ടനെ തന്നെ എന്നിട്ട് ഇവർ ചെവി പൊത്തുന്നുണ്ട്. സിമുറ, വസബി, അതുപോലെ തന്നെ നമ്മളുടെ ഹന്നബിയൊക്കെ ചെവി പൊത്തുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് അവരുടെ ആ ഒരു ടീം വർക്ക് നമുക്ക് മനസ്സിലാക്കാം. അത് അവർ ചെവി പൊത്തിയ ടൈം മനസ്സിലാക്കി കറക്റ്റ് നമ്മളുടെ അലറാണ്. ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു വേവ്സിൻ്റെ ആ ഫ്രീക്വൻസി കാരണം അവിടെ എന്താണ് വലിയൊരു ബ്ലാസ്റ്റ് എടുക്കുകയാണ്. എല്ലാ സാധനവും പൊട്ടാണ്. പേപ്പർ ബോംബാണ് അവൻ്റെ പുറത്ത് ഒട്ടിച്ചേക്കുന്നത്. അത് പിന്നെ പറയണം. അതുകൊണ്ട് തന്നെ ആ ഒരു കുറുനരീനെ അവർക്ക് കീഴ്പ്പെടുത്താനായിട്ട്, അത് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയാണ്. 3 പേരും കൂടെ അത് അടിപൊളിയായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മളുടെ വേറെ ഏത് ടീമിനെ കിട്ടിയിരുന്നെങ്കിലും അവർ ഇത്ര നല്ല ഭംഗിക്കും വൃത്തിക്കും അതും ഇത്ര പെട്ടെന്ന് സമാധാനത്തോടെ അത് ചെയ്ത് തീർക്കത്തില്ലായിരുന്നു. കൃത്യമായിട്ടൊരു പ്ലാൻ. അതും ഇങ്ങനെ സംസാരിച്ച് നിൽക്കും കുറേ പേര്. പക്ഷേ നമ്മൾ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യാതെ കറക്റ്റ് അവരത് ചെയ്തു. ഇവർ അത്ര പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ്, അതായത് അത്ര ക്ഷമയുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും മൃഗങ്ങളെ പിടിക്കാൻ പറ്റിയതും ഇതുള്ളതും. അപ്പോൾ നമ്മുടെ ഹന്നബി വന്നത് അവൾക്ക് കിട്ടിയ അലേർട്ട് ഇതായിരുന്നു, അതായത് ഇങ്ങനെ ഒരു കുറുനരി കൂടെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്നത്. അപ്പോൾ നമ്മുടെ സിമുറയാണെങ്കിൽ പറയുകയാണ്, ഇങ്ങനെ ഞാനാണ് നമ്മുടെ ലീഫ് വില്ലേജിനെ മൊത്തത്തിൽ കുരുതി കൊടുത്തത്. എനിക്ക് വന്നൊരു കേസ് പോലായിരുന്നു അത്. എൻ്റെ പിതൃക്കന്മാർ പറഞ്ഞത് കേട്ട് ഞാൻ അതുപോലെ ചെയ്യായിരുന്നു. ഒരു റിവെഞ്ച് ആയിരുന്നു. ഞാനായിരുന്നു അന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, കുറേ ആൾക്കാരുടെ മരണത്തിന് കാരണമായത്, നമ്മുടെ ഹൊക്കാഗയ്ക്ക് അത്രയും ടെൻഷൻ കൊടുത്തത്, ബൊറൂട്ടോ കാണാതായതിൻ്റെ പ്രശ്നം, മിത്സുക്കി കാണാതായതിൻ്റെ പ്രശ്നം, എന്നെ കാണാതായതിൻ്റെ പ്രശ്നം, എല്ലാത്തിനും പുറകെ ഞാനായിരുന്നു. ഈ നൂ എന്ന് പറയുന്നത് വലിയൊരു മൃഗമാണ്, അതിനെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, നീ എപ്പോഴാണ് പറയുന്നത് നോക്കി ഇരിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെ അറിഞ്ഞതാ എന്ന് ചോദിച്ചാൽ, പൊരുത്തം കെട്ടവൻ അവൻ
പറഞ്ഞു കൊടുത്തതാണ്. അതായത് നമ്മളുടെ ബൊറൂട്ടോ ചെയ്തത് ഒരു ഹിൻറ്റ് പോലെ കൊടുക്കുകയാണ് ചെയ്തത്, കറക്റ്റായിട്ടൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഇതെങ്ങനെയെങ്കിലും സിമുറയുടെ വായിൽ തന്നെ വീഴും എന്ന് ഇവർക്ക് തന്നെ അറിയായിരുന്നു. ഇവർക്ക് അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒന്നുമില്ല. ഇവർ ഇത്രയും നേരവും സിമുറയുടെ കൂടെ നിന്നത് അവളുടെ ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അവർക്കത് മനസ്സിലായി. അവർ ഒന്നിച്ച് നിൽക്കുമായിരുന്നു. ലൈക്ക് അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സിമുറേനെ ഇനി എന്ത് വന്നാലും അവർ തന്നെ നോക്കിക്കോളാമെന്ന് ബൊറൂട്ടോയോട് പറഞ്ഞിട്ട് അതുപോലൊരു ബൊറൂട്ടോ അങ്ങനെ ഒരു വാക്ക് വാങ്ങിച്ചിട്ടാണ് നിന്നത്. ഹന്നബി ഇത് കേൾക്കുമ്പോൾ ആദ്യം ഞെട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇറങ്ങി വരികയാണ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു, നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ടീം വർക്ക് ചെയ്തു, ഞാനില്ലാതെ തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് നിന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ എങ്ങനെ ആ ഒരു വലിയ മൃഗത്തിനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. ഇപ്പോൾ എല്ലാവരും പോയതിൽ നിന്നും ഹൈ റാങ്ക് ആയിട്ടുള്ളൊരു മിഷനാണ് നിങ്ങളിപ്പോൾ ചെയ്തേക്കുന്നത്. നിങ്ങളാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് പോയ മിഷനിലുള്ള ഏറ്റവും പൊളിയായിട്ട് നിങ്ങളാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ 3 ഗേൾസ് അറിയാം, പക്ഷെ നിങ്ങളുടെ പവർ വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. പിള്ളേരാണെങ്കിൽ വന്നിട്ട് ജൂനിയർ എക്സാമിൻ്റെ കാര്യത്തിൽ അവർ ആപ്റ്റിറ്റ്യൂഡ് അവിടെ ആപ്റ്റ് ആണ് അതിന്. കാരണം അവർ ഇത്രയും നല്ല രീതിയിൽ അവരുടെ ടീം വർക്ക് മനസ്സിലാക്കി. ഇനി അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് മിറ്റ്സുക്കിയും ബൊറൂട്ടോ വന്നത് നിങ്ങളൊരു കുറുക്കനെ പൂച്ചേനെ എന്താ പിടിച്ചെന്ന് പറഞ്ഞാൽ എന്തായാലും കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും കൊള്ളാം, ഫുഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞങ്ങൾ പോയി ഞങ്ങളുടെ കാര്യം നോക്കട്ടെ. ബൊറൂട്ടോ ആണെങ്കിൽ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അതായത് അവരെ പ്രശംസിക്കുന്നതുകൊണ്ട്, എന്നാൽ അത്ര വലിയ കാര്യം ഇവർക്ക് വലിയ സപ്പോർട്ട് ഇങ്ങനെ നമ്മൾ പുറത്തെടുത്ത് കാണിക്കില്ലേ, അങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാതെ കൊള്ളാം നല്ല കാര്യമാണ് ചെയ്തത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം നോക്കുമ്പോൾ ദേ പിന്നെയും കുറങ്ങച്ചൻ. അപ്പോൾ നമ്മളുടെ ഹന്നബിയുടെ ടീം പറയുന്നുണ്ട് ഇത് ബുജ്ജിയാണെങ്കിൽ ഞങ്ങൾ ഡോറകൾ ഇനിയും പ്രയാണം ആരംഭിച്ചുകൊണ്ടേയിരിക്കും, ഇനി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഡോറയുടെ പ്രയാണം ചുറ്റു. അങ്ങനെ നമ്മളുടെ എപ്പിസോഡ് അവിടെ വെച്ചാണ് തീരുന്നത്. അതാണെങ്കിൽ സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര പൊളിയായിട്ട് മക്കളെ അടുത്ത മൃഗങ്ങളെ ഒന്നും കൂടെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് പൊളി. അങ്ങനെയാണ് നമ്മളുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇത് വലിയ കഥയൊന്നും ഇല്ല, പക്ഷേ എന്നാൽ നല്ലൊരു ക്യൂട്ടായിട്ടൊരു എപ്പിസോഡ്. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് എപ്പിസോഡ്